നമ്മുടെ കൺട്രിയിൽ ഹിന്ദു ഗോഡ്സ് റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടി വി ഷോസ് മൂവീസൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞ കഥയാണെങ്കിലും ബഡ്ജറ്റ് കുറേ ഇട്ടിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. ആൾക്കാർ റെഡിയാണെന്ന് എടുക്കാൻ വേണ്ടി കാണാനും റെഡിയാണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കുറേ ആനിമേറ്റഡ് ഷോസൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് മുതലേ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അതിലൊന്നാണ് ദ ന്യൂ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹനുമാൻ. ഇത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, എന്തായാലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ മറന്നിട്ടുണ്ടാവാനാ ചാൻസ്. നമ്മളിപ്പോൾ ബെൻടൻ ഓർക്കുന്ന പോലെ അല്ലെങ്കിൽ ചോട്ടാ ഭീം ഓർക്കുന്ന പോലെ ഇത് ഓർക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇതിന് എപ്പിസോഡ്സ് വന്നതായാലും ലിമിറ്റഡ് എപ്പിസോഡ്സേ വന്നിട്ടുള്ളൂ. പിന്നെ കുറേ പ്രാവശ്യം ഒന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ടി വി ഷോസ്, കാർട്ടൂൺ ഷോസ് ഇട്ട് കാണിക്കുന്നത് പോലെ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ ഇൻട്രോ സോങ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു കോർ മെമ്മറി അൺലോക്ക് ആക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഇൻട്രോ സോങ് വന്നായിരുന്നു. ഇതിന് മുന്നേ വന്നിട്ട് ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു പഴയ കാലത്തോട്ട് പോയൊരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു. पवनपुर का मारुति बना वीर हनुमान, छोटा सा मारुति जादू करे महान, हनुमान की गदा चले तो. സോ ബേസിക്കലി ഇത് ഹനുമാനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ ഷോ ആണ്. ഹനുമാൻ റിലേറ്റഡ് സ്റ്റോറി, ഗോഡ് റിലേറ്റഡ് സ്റ്റോറി എന്നതിനേക്കാളും ഇതിൽ കുറേ ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഐ മീൻ ഹീറോയിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ഗൂസ് ബംസ് എല്ലാം കാണിച്ചിട്ടുണ്ടാവും. ബെൻടന് സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ്, ബെൻടൻ ഓംനിട്രിക്സ് ആണെങ്കിൽ ഇതിൽ ആ ലോക്കറ്റ് തിരിക്കുമ്പോൾ സൂപ്പർ പവർ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ആ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു ചെറിയ കിഡായിട്ടുള്ള ഹനുമാനായിട്ട് മാറുന്നു. ആൾക്കാർക്ക് ആ കിഡും ഹനുമാനും വേറെ വേറെയാണ്. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബെൻടൻ ഏലിയൻസ് ആയിട്ട് മാറും. നോർമൽ ആൾക്കാർക്ക് അത് വേറെ ആൾ, ഇത് വേറെ ആൾ, അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടാവുക. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ കുട്ടികളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇവൻ നോർമൽ ഒരു ചെറിയ പയ്യൻ മാരുതി എന്ന് പറഞ്ഞിട്ട്, ഇപ്പുറത്ത് നോക്കുമ്പോൾ ഹനുമാൻ, എല്ലാവരെയും പ്രശ്നം വരുമ്പോൾ രക്ഷിക്കുന്നത് ഇവനാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലോക്കറ്റ് ആസ് യൂഷ്വൽ ബെൻടൻ്റെ പോലെ തന്നെ ഇപ്പം നോർമലി സൂപ്പർ പവർ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരണം. അല്ലാണ്ട് സൂപ്പർ പവർ കിട്ടാൻ വേറെ വഴിയില്ല. സയൻറ്റിസ്റ്റും പുറത്തുനിന്ന്, അല്ലെങ്കിൽ മൂന്നാമതായിട്ടൊരു വഴിയുണ്ട്, അത് റിലീജിയൻ റിലേറ്റഡ് എന്തെങ്കിലും ഇതുപോലെ ലോക്കറ്റ് അതുപോലെ അല്ലെങ്കിൽ ആർട്ടിഫാക്റ്റ് അങ്ങനത്തെ രീതിയിൽ കിട്ടുന്ന പോലെ നോർമലി അങ്ങനെ കാണിക്കാറ്. ഇതിലും ആ രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവുക. ഒരു ലോക്കറ്റ് അത് ഈ പയ്യന് കിട്ടുന്നത്, അത് വെറുതെ കിട്ടുന്നില്ല, ഇവൻ ഇവൻ വേണം അവിടെ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി. ബെൻടൻ്റെ നോക്കി അങ്ങനെയല്ല. ആ ഓംനിട്രിക്സ് ബേസിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഗ്രാൻഡ് പാ മാത്സിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പം അത് ഈ പയ്യന് വേണ്ടിയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തായിരിക്കും. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും എപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. വില്ലന്മാർ വന്നപാട് തന്നെ ഓക്കെ വാ നമുക്ക് ഈ ലോക്കറ്റ് തിരിക്കാം, ഹനുമാനായിട്ട് മാറാം, ഫൈറ്റ് ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ കാണിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു ഹൈപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുക, എന്നിട്ട് ഫൈറ്റ് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ. ഓക്കെ, ഈ കാർട്ടൂൺ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഭയങ്കര ഡാർക്കായിട്ടുള്ള രീതിയിൽ കുറേ കാര്യം കാണിച്ചിട്ടുണ്ടാവും. എനിക്ക് ചെറുപ്പത്തിൽ ഇതിൽ കുറേ എപ്പിസോഡിലും കാണുമ്പോൾ പേടിയായിട്ടുണ്ട്. മോസ്റ്റ്ലി ഹനുമാൻ തോക്കുന്നത് പോലെ, ഡിഫീറ്റായി വീഴുന്ന പോലെയൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്. ഐ മീൻ അത്രയും പവർഫുള്ളായിട്ട് ക്യാരക്ടറാണ്, അതിന് വേണ്ടിയിട്ട് അത്രയും ഹൈയിൽ കൊണ്ടുപോകാണ്ട് അടികിട്ടി വീഴുന്നത് പോലെ, വീണിട്ട് പിന്നെ എണീച്ച് വരുന്ന പോലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കാണിച്ചിട്ടുണ്ടാവും. അതാണ് ഈ ഒരു ഷോ പിന്നെയും കാണാൻ വേണ്ടി ഉള്ള ഒരു ഫീല് നമുക്ക് വരുത്തിക്കുന്നത്. ഒരു പവർ കിട്ടിയൊക്കെ അടിച്ചടിയിട്ട് വരാമെന്നല്ലാണ്ട് ആ എനിമീൻ്റെ അടുത്ത് നിന്ന് അടികെട്ടി വീണ് അതിൻ്റെ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഈ എനിമി ഡിസൈൻസ്, ഈ ഹീറ്റിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതുപോലെ ഉണ്ടാവും. അതൊന്നുമില്ല, ഹീറ്റ് ബ്ലാസ്റ്റ് ബെൻടൻ്റെ അടുത്ത് നിന്നുള്ള ഹീറ്റ് ബ്ലാസ്റ്റ് ഏരിയൻ്റെ ഏകദേശം ആ സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡിസൈനാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ കാർട്ടൂൺസ് നിന്ന്, ഐ മീൻ വെസ്റ്റേൺ സീരീസിൽ നിന്ന് കുറേ ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇതിൽ വില്ലനായിട്ടുള്ളത് ഒരു സയൻറ്റിസ്റ്റാണ്. അതും അങ്ങനെ തന്നെയാണ്. അതും പണ്ട് കുറേ ഇന്ത്യൻ കാർട്ടൂൺസിൽ ഈ സയൻറ്റിഫിക് റിലേറ്റഡ് കാര്യങ്ങൾ ഈവിലായിട്ട് കാണിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. അത് ഫസ്റ്റ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു നെഗറ്റീവായിട്ട് വർക്കാവുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൽ വില്ലൻ്റെ കളർ ഞാനൊന്നും പറയുന്നില്ല, അത് ഞാനിപ്പം പറഞ്ഞാൽ ഇല്ല കാർട്ടൂണിൽ കളേഴ്സ് ഇല്ല, അത് നോർമലായിട്ട് കാണിച്ചാന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സോ ആ വില്ലൻ്റെ അടുത്തൊരു കാക്കി എന്തോന്നുണ്ടാവും. അത് ഫണ്ണായിട്ട് ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഈ വില്ലൻ്റെ ലാബ് ഒരു എപ്പിസോഡ് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് വില്ലൻ്റെ ഒരു കോൺവെർസേഷനും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടാവും. അത് ഭയങ്കര ഈവിലായിട്ട് കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പം തന്നെ പേടി തോന്നുന്ന രീതിയിൽ ചെറുപ്പത്തിൽ. അതിനേറ്റ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ സയൻറ്റിസ്റ്റിൻ്റെ സെറ്റപ്പ്, ലാബിൻ്റെ സെറ്റപ്പ്,
അങ്ങനെ നമുക്ക് കാണുമ്പം തന്നെ ഓക്കെ ഇവനാണ് വില്ലൻ, ഇവനാണ് നമ്മളെ ഹീറോനെ അടിക്കാൻ പോകുന്നത്, അങ്ങനത്തെ രീതിയിൽ. ഇത് ഏകദേശം ഇതിന് സിമിലർ ആയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സ്പൈഡർമാനിൽ ഡോക്ടർ ഒക്ടേവിയസ് ലാബിൽ നിന്ന് ആദ്യം ഡയറക്റ്റ് പോയിട്ട് ആദ്യം സ്പൈഡർമാൻ അടിക്കൂല, ലാബിൽ നിന്ന് ഓരോന്നിങ്ങനെ അയച്ചിട്ട് വെനമിനെല്ലാം അയച്ചിട്ട് അങ്ങനത്തെ രീതിയിലുണ്ടാവുക. അതേപോലെ തന്നെ ഈ വില്ലൻ ഡയറക്റ്റ് ഒന്ന് അടിക്കാണ്ട് ആ ലോക്കറ്റ് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെ ആ രീതിയിൽ. പിന്നെ വേറെ എനിക്ക് ഇത് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കണ്ട എപ്പിസോഡ് മറ്റേ ഒരു ചെടി ഇങ്ങനെ വന്നിട്ട് ആ സിറ്റി ഫുൾ അങ്ങനെ തന്നെ ആക്രമിച്ച് കൺട്രോളിലെടുക്കും. എന്താ പറയുക, ആ ഫസ്റ്റ് എപ്പിസോഡ് അതാ കണ്ട എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പോകോല് പണ്ട് കണ്ടത്. സോ ആ എപ്പിസോഡിലായാലും ഈ ഷോനൊരു ടെംപ്ലേറ്റ് ഉണ്ട് ഓരോ എപ്പിസോഡിലും. നോർമലൊരു സ്റ്റോറി ഉണ്ടാവും, അപ്പുറത്ത് വില്ലൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാവും, വില്ലൻ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് നമ്മളെ മാരുതി എന്തെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വില്ലൻ ഇങ്ങോട്ടേക്ക് അയച്ച ആൾ വരുമ്പം മാരുതി പോയിട്ട് ഫ്രണ്ട്സിനെ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് ഫൈറ്റ് ചെയ്യും, 2-3 പ്രാവശ്യം ഫൈറ്റ് ചെയ്യും, പക്ഷേ വീണ് പോവും, ഡൗൺ ആവും, ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ആലോചിക്കും, ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്ട്രെങ്ത് യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ആ ഡൗൺഫോളിൽ നിന്ന് പിന്നെയും മേലോട്ടേക്ക് വരും, ഫൈറ്റ് ചെയ്യും, തീർന്നു. ഇതന്നെയാണ് ഇതിൻ്റെ എല്ലാ എപ്പിസോഡിലും ആ ഒരു ടെംപ്ലേറ്റ് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. വേറെ എക്സ്ട്രാ ഒന്നും ആ രീതിയിൽ കാണിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ആനിമേഷൻ സ്റ്റൈലായാലും ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ച് ചെയ്ത പോലെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടാവുക. ഇപ്പം നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും, പണ്ട് ഇതൊന്നും നമുക്ക് കാര്യമാക്കുന്നത്, നമുക്ക് ഇതിന് കണ്ടാൽ മതി അങ്ങനത്തെ രീതിയിലുണ്ടാവുക. ഇപ്പം കാണുമ്പോൾ നമുക്ക് ആ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസ് എത്ര ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുത്ത് കണ്ടെത്തുന്ന കാർട്ടൂൺ സീരീസിന് വേണം ബഡ്ജറ്റ് കൊടുത്ത് ഇതാക്കാൻ വേണ്ടി. ഇതിന് 2 സീസണേ വന്നിട്ടുള്ളൂ, ഇതുവാണെങ്കിൽ ഇനിയും കുറേ ഇതാക്കാം. പിന്നെ ഇന്ത്യൻ റിലീജിയൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എത്ര മിൽക്ക് ചെയ്താലും കാണാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. സോ ഇത് ഇനിയും കുറേ എപ്പിസോഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ കൂടുതൽ പേരും എന്താ പറയുക TRPൻ്റെ ബേസിസിലായിരിക്കുമല്ലോ പണ്ടേ ഇതായിട്ടുണ്ടാവുക. സോ ഇതിന് ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, ചോട്ടാ ഭീമായിരിക്കും കൂടുതൽ പേര് കണ്ടിട്ടുണ്ടാവുക, അത് കാരണമായിരിക്കും ഇത് നിർത്തിയത്. ഇത് ആക്ച്വലി ആ ഹനുമാൻ്റെ ഒരു ആനിമേറ്റഡ് മൂവി ഉണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി, അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആകുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുണ്ടാവുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പൈഡർമാൻ 2 ഗെയിം വന്നായിരുന്നല്ലോ, അതിൽ ഇൻട്രോ തന്നെ സാൻഡ്മാൻ്റെ ആയിരുന്നു. അപ്പം അത് വന്നപ്പം ഈ പീറ്റർ പാർക്കറും മൈൽസ് മൊറാൽസും ക്ലാസ്സിലുണ്ടാവും, ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പോയി സാൻഡ്മാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നവരെ കാണിച്ചിട്ടുണ്ടാവുക. അത് ഗെയിം വന്ന സമയത്ത് അത് കണ്ടപ്പം എനിക്ക് ഇതാണ് ഓർമ്മ വന്നത് ഫസ്റ്റ്. കാരണം ഇതിലൊരു എപ്പിസോഡിൽ മാരുതിയും ടീച്ചറും കുട്ടികളൊക്കെ ക്ലാസ്സിൻ്റെ അകത്തുണ്ടാവും. ആ എപ്പിസോഡിൽ സയൻറ്റിസ്റ്റ് ഒരു സാൻഡ് റിലേറ്റഡ് ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സാക്ട്ലി ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻസ്പയർ ആയി ക്രിയേറ്റ് ചെയ്തായിരിക്കും. സോ അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് ഒരു വില്ലൻ സിറ്റി വന്ന് ആക്രമിക്കുന്നവരുണ്ടാവും. സോ ഹനുമാൻ പുറത്ത് പോയി ടീച്ചർ പറഞ്ഞൊരു കാര്യം, അതായത് തീ യൂസ് ചെയ്ത് സാൻഡിനെ ഫൈറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവും ആ എനിമീനെ. ഈ ഒരു എപ്പിസോഡ് പണ്ട് കണ്ടത് മൈൻഡിലുണ്ട്. അപ്പം സ്പൈഡർമാൻ 2 വന്നിട്ട് ഞാനത് ഫസ്റ്റത്തെ ഇൻട്രോ എല്ലാം കണ്ടപ്പം എനിക്ക് ഇതാണ് ഫസ്റ്റ് മൈൻഡിൽ വന്നത്, എന്താണെന്നറിയില്ല. സോ ഈ കാർട്ടൂൺ സീരീസ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് കമൻസിൽ മെൻഷൻ ചെയ്യൂ. പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഈ ബാക്കിയുള്ള കാർട്ടൂൺ സീരീസ് പോലെ ചോട്ടാ ഭീമും പിന്നെ ബെൻറ്റനും പോലെ അധികം സംസാരിക്കുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ഹൈ പോയിൻ്റ്, ഗൂസ് ബംസ് എല്ലാം കിട്ടിയ ഒരു നല്ലൊരു കാർട്ടൂൺ സീരീസ് ആയിരുന്നു ദ റിട്ടേൺ ഓഫ് ഹനുമാൻ, ദ ന്യൂ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹനുമാൻ. സോ ഈ കാർട്ടൂൺ സീരീസ് കണ്ടവരുണ്ടോ? ആ ഇൻട്രോ സോങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്നുണ്ടോ? അതൊക്കെ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഇതേപോലെ വേറെ കാർട്ടൂണോ അല്ലെങ്കിൽ ഗെയിംസ് റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലോ എല്ലാവർക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്നത് ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.